السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أفضل المرسلين وعلى آله وصحبه أجمعين. മടി എന്ന് പറയുന്നത് മനുഷ്യന്റെ ജന്മശത്രുവാണ്. അതുകൊണ്ട് മടി ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നവനും പാടില്ല എന്നാണ് ഖുതുബയിൽ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. മഹാനായ അബുൽ ഫർജ് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. മുദ്ഹിഷ് എന്നാണ് ആ ഗ്രന്ഥത്തിന് മഹാനവറുകൾ പേരിട്ടിട്ടുള്ളത്. മുദ്ഹിഷ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ആശ്ചര്യപ്പെടുത്തുന്നത്, അത്ഭുതപ്പെടുത്തുന്നത് എന്നാണ്. അതിലൊരുപാട് അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ മഹാനവറുകൾ പറയുന്നുണ്ട്. അതിൽ പറഞ്ഞ ഒരു വാക്കാണ് അൽ കസ്ലു ഇബ്നു അമ്മിൽ ഹസ്റ. മടി എന്ന് പറയുന്നത് സങ്കടത്തിന്റെ എളാപ്പാന്റെ മോനാണ്. എളാപ്പ മുത്താപ്പാന്റെ മക്കളാണ് പോലും സങ്കടവും അതേപോലെ തന്നെ മടിയും അടുത്തടുത്ത കുടുംബക്കാരാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ മഹാനവറുകൾ പറഞ്ഞത്? എത്രയോ പഠിക്കാനും പ്രവർത്തിക്കാനും അവസരങ്ങളും സമയങ്ങളും ഉണ്ടായിട്ടും മടി കാരണം അതൊന്നും വേണ്ടാന്ന് വെച്ചവൻ തീർച്ചയായിട്ടും അവൻ ഭാവിയിൽ ഖേദിച്ചിരിക്കും, സങ്കടപ്പെട്ടിരിക്കും, ദുഃഖം അവനെ അലട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് മഹാനായ ഇബ്നുൽ ജൗസി തങ്ങൾ പറഞ്ഞത് കസ്ൽ എന്ന് പറയുന്നത് ഇബ്നു അമ്മിൽ ഹസ്റ, മടിയും അതേപോലെ തന്നെ സങ്കടവും ദുഃഖവും അടുത്തടുത്ത കുടുംബക്കാരാണ്, എളാപ്പ മൂത്താപ്പാന്റെ മക്കളാണ്. അതുകൊണ്ട് ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും മടിപാടില്ല. പ്രത്യേകിച്ച് അറിവിന്റെ മേഖലയിലേക്ക് ഇറങ്ങുന്ന വിദ്യാർത്ഥികൾക്കും മുതഅല്ലിമീങ്ങൾക്കും ഒരു നിലക്കും മടിപാടില്ല. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരെക്കാളും കൂടുതൽ വിവരമുള്ള ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്ന മഹാപണ്ഡിതൻ മഹാനവറുകളുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന വിവരം കിട്ടിയപ്പോ ഖദർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് അറിവന്വേഷിയായി യാത്ര തിരിക്കുന്ന സംഭവം പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു വളരെ വിശാലമായി വിശദീകരിക്കുന്നുണ്ട്. ആ ചരിത്രത്തിൽ നമുക്ക് കാണാം, മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം യാത്ര തുടങ്ങിയിട്ട് കൂടെയുള്ള യൂശഅ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുന്നത്, വഇദ് ഖാല മൂസാ ലിഫതാ, കൂടെയുള്ള ചെറുപ്പക്കാരനായ യൂശഅ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. എന്താ പറഞ്ഞത്? ലാ അബ്റഹു ഹത്താ അബ്ലുഗ മജ്മഅൽ ബഹ്റൈനി ഔ അംദിയ ഹുഖബാ. എന്താണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം യൂശഅ നബിയോട് പറയുന്നത്? ഇരു സമുദ്രങ്ങളും സംഗമിക്കുന്ന സ്ഥലം വരെ നമുക്ക് യാത്ര ചെയ്യാനുണ്ട്. നമ്മുടെ ലക്ഷ്യസ്ഥാനം അതാണ്. ആ ലക്ഷ്യസ്ഥാനം തൊട്ടടുത്തെവിടെങ്കിലൊക്കെ ആണെങ്കിൽ സന്തോഷം, വേഗം യാത്ര എത്തുമല്ലോ, തീരുമല്ലോ. അതേസമയം ആ ലക്ഷ്യസ്ഥാനം വളരെ ദൂരത്താണെങ്കിൽ ദീർഘനേരം യാത്ര ചെയ്ത് കഷ്ടപ്പെട്ട് മാത്രമേ ആ മജ്മഉൽ ബഹ്റൈനിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ യാത്രയിടയിൽ വെച്ച് അവസാനിപ്പിച്ച് എന്റെ അറിവന്വേഷണം നിർത്തൂല. ആ ഹുഖബ് എന്ന് പറയുന്ന അർത്ഥത്തിന് ബഹുഭൂരിഭാഗം മുഫസ്സിരീങ്ങളും കൊടുത്ത വിശദീകരണം ദവറുൻ തവീൽ, നീണ്ട യുഗങ്ങളോളം യാത്ര ചെയ്തിട്ട് ഖദർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടെത്താൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ദീർഘയാത്ര ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ യാത്ര ചെയ്തിട്ടാണെങ്കിലും ഖദർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടിട്ട് ആ മഹാനവറുകളുടെ അടുത്തുള്ള അറിവ് ഞാൻ നേടിയിരിക്കുമെന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞപ്പോ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്, ഹാദാ ഇഖ്ബാറു ബിൻ മൂസാ. അത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു പ്രഖ്യാപനമായിരുന്നു. എന്താ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രഖ്യാപിച്ചത്? ബിഅന്നഹു വതന നഫ്സഹു അലാ തഹമ്മുലി തഅബി ശദീദി ഫി സഫരി ലിതലബിൽ ഇൽമ തേടാൻ വേണ്ടിയുള്ള യാത്രയിൽ എന്ത് റിസ്കും എന്ത് പ്രയാസവും എന്ത് വിഷമവും സഹിക്കാൻ മഹാനവറുകൾ സ്വന്തം നഫ്സിനെ പാകപ്പെടുത്തിയിരുന്നു, മഹാനവറുകൾ സ്വന്തം നഫ്സിനോട് പ്രതിജ്ഞ ചെയ്തിരുന്നു എന്ന ഒരു പ്രഖ്യാപനമായിരുന്നു അത്. ഇൽമു തേടുന്ന യാത്രയിൽ എന്ത് പ്രയാസമുണ്ടെങ്കിലും അതെനിക്കൊരു വിഷയമല്ല, അതൊരു പ്രയാസമല്ല, എന്ത് റിസ്കും ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാ. എന്നിട്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അതിൽ നമുക്കൊക്കെ വലിയൊരു മാതൃകയുണ്ട്, ഒരു ഉണർത്തലുണ്ട്. എന്താ? അന്നൽ മുതഅല്ലിമ ലൗ സാഫറ മിനൽ മശ്രിഖി ഇലൽ മഗ്രിബി ലിതലബി മസ്അലത്തിൻ വാഹിദത്തിൻ ലഹഖ ലഹു.
ഒരു മനുഷ്യൻ, ഒരു മുതഅല്ലിമായ മനുഷ്യൻ ഒരു മസ്അലക്ക് വേണ്ടി കേക്ക് മുതൽ പടിഞ്ഞാറ് വരെ യാത്ര ചെയ്യേണ്ടി വന്നു, ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു. എന്നാൽ ആ യാത്രയെ പറ്റി ഒരിക്കലും ഓവറായി പോയി, കുറച്ച് കൂടിപ്പോയി എന്ന് പറയാനില്ല. അടിവൻവേശിയായ ഒരു മുതഅല്ലിമിന്റെ ബാധ്യതയാണ് എത്ര ദൂരം യാത്ര ചെയ്തിട്ടാണെങ്കിലും, എന്ത് പ്രയാസം സഹിച്ചിട്ടാണെങ്കിലും, എന്ത് വിഷമം സഹിച്ചിട്ടാണെങ്കിലും അറിവന്വേഷിക്കുക, ഇൽമു നേടുക എന്നത്. അതായിരുന്നു മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പ്രഖ്യാപനത്തിലൂടെ നമുക്ക് പകർന്നു തന്ന വലിയ ആശയം. അതുകൊണ്ട് ഇൽമിന്റെ മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും. പ്രയാസങ്ങളെല്ലാം തരണം ചെയ്ത് കഷ്ടപ്പാടുകൾ സഹിച്ച് മടിയെല്ലാം മാറ്റിവെച്ച് ആര് മുന്നേറുന്നുവോ അവരാണ് ഉന്നതങ്ങൾ കീഴടക്കുക. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബിഖദ്രിൽ കദ്ദി തുക്തസബുൽ മആലി വമൻ തലബൽ ഉലാ സഹറൽ ലയാലി. നീ എത്ര കണ്ട് കഷ്ടപ്പെടുന്നുവോ, അധ്വാനിക്കുന്നുവോ, മടി മാറ്റിവെക്കുന്നുവോ. മടി എന്ന് പറഞ്ഞാൽ കണ്ണടക്കാർക്ക് തിരിയുന്നുണ്ടാവും, പോലെ സോമാരിയാവാന്ന് പറയുന്നുണ്ട്, മടിയന്മാരായി മാറുക. നീ എത്ര കണ്ട് നിന്റെ ചെറുപ്പത്തിൽ കഷ്ടപ്പെടുന്നുവോ, അധ്വാനിക്കുന്നുവോ, അതിനനുസരിച്ചായിരിക്കും നിന്റെ ഭാവിയിൽ നീ വലിയ വലിയ ഉന്നതങ്ങളായ സ്ഥാനങ്ങൾ കീഴടക്കുക. മടിയുള്ളവരൊരിക്കലും ആ മടി കൊണ്ട് ഭാവിയിൽ ഖേദിച്ച് സങ്കടപ്പെട്ട് കഴിയണമെന്നല്ലാതെ ഒരു ഉന്നതങ്ങളിലേക്കും അവനെ കൊണ്ട് എത്താൻ പറ്റില്ല. അതുകൊണ്ട് കഷ്ടപ്പെടേണ്ട സമയത്ത് കഷ്ടപ്പെടുക തന്നെ ചെയ്യണം. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ് നമ്മൾ ഇന്ന് ഖുതുബയിൽ കേട്ടത്. തവാനി കസിൽ എന്ന് പറയുന്ന രണ്ടെണ്ണം കൂടി മംഗലം കഴിച്ചു, കല്യാണം കഴിച്ചു. തവാനി എന്ന് പറഞ്ഞാലും കസിൽ എന്ന് പറഞ്ഞാലും രണ്ടും ഏകദേശം സെയിം തന്നെയാണ്. കസിൽ എന്ന് പറഞ്ഞാൽ മടി, തവാനി എന്ന് പറഞ്ഞാൽ വേണ വേണ്ടേ എന്ന നിലക്ക് ചെയ്യുന്ന പരിപാടി, അരമനസ്സോടുകൂടെ ചെയ്യുന്ന പരിപാടി, അതിനാണ് തവാനി എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടി കല്യാണം കഴിച്ചു. അങ്ങനെ കല്യാണം കഴിച്ചപ്പോൾ രണ്ടിനും കൂടി കുട്ടിയെ ജനിച്ചു. ആ കുട്ടിയുടെ പേരാണ് അൽഫാഖ, ദാരിദ്ര്യം. ഭാവിയിൽ ദാരിദ്ര്യം അനുഭവിക്കേണ്ടതാരാ? പഠിക്കാനും പ്രവർത്തിക്കാനും ജോലിക്കൊക്കെ അവസരം കിട്ടിയിട്ട് വേണ വേണ്ടേ ഒരു ഇൻട്രസ്റ്റും ഇല്ലാതെ ഒരു ഉന്മേഷവും ഇല്ലാതെ ആയുസ് കളയുന്നവനാരോ അവൻ ഭാവിയിൽ കൊടും ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരുമെന്നാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അതുകൊണ്ട് മടി നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അതുപോലെ മടിയന്മാരായ ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവരോട് കൂട്ടുകൂടാൻ പാടില്ല. ഇമാം മാവർദി റളിയല്ലാഹു അൻഹു അദബുദ് ദുനിയാ വദ്ദീൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ഉണ്ടാക്കിയിട്ട് പൂർവ്വകാല മഹാന്മാരിൽ നിന്ന് ഉദ്ധരിച്ചിട്ട് രണ്ട് വരി ആ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലാ തസ്ഹബിൽ കസ്ലാന ഫീ ഹാലാതിഹി, ഒരിക്കലും മടിയനോട് നീ കൂട്ടുകൂടാൻ പാടില്ല. മടിയന്മാരുമായിട്ട് നമുക്ക് കൂട്ടുകെട്ട് പാടില്ല. അലസന്മാരുമായിട്ട് നമ്മൾ ഒരിക്കലും കമ്പനി ആവാൻ പാടില്ല. എന്തുകൊണ്ട്? കമ്മിൻ സ്വാലിഹിൻ ബിഫസാദി ആഖറ യഫ്സുദു. എത്ര നല്ല ആവേശത്തോടുകൂടെ ഉന്മേഷത്തോടുകൂടെ കോളേജിലേക്കും ദർസിലേക്കും വിവിധ മേഖലയിലേക്ക് തിരിഞ്ഞവരാ, അവരുടെ കൂട്ടുകെട്ട് മോശമായതുകൊണ്ട് പറ്റേ മോശമായി പോയത്. നമ്മുടെ കൂട്ടുകെട്ടിന് നമ്മുടെ ജീവിതത്തിൽ വലിയ പങ്കുണ്ട്. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, കോവിഡ് നമുക്ക് പകർന്നതിനേക്കാളും വളരെ പെട്ടെന്നായിരിക്കും ഒരുത്തന്റെ ദുസ്വഭാവം, കൂട്ടുകാരന്റെ ദുസ്വഭാവം നമ്മിലേക്ക് പകരുക. മടിയനെയാണോ നീ കമ്പനിയാക്കുന്നത്? വിവേകവും വിവരവും ഇല്ലാത്ത ഏതെങ്കിലും വിഡ്ഢിയെയാണോ നീ കമ്പനിയാക്കുന്നത്, കൂട്ടുകെട്ടുന്നത്? എന്നാ അവന്റെ വിഡ്ഢിത്തരം, അവന്റെ ദുസ്വഭാവം, അവന്റെ മടി, അവന്റെ അലസത നിനക്ക് ഉടനെ തന്നെ പകരും. ഏതുപോലെ വെണ്ണീരിൽ കൊണ്ടുപോയിട്ട് വെണ്ണീരായിട്ടുണ്ട്, ചാരത്ത് കൊണ്ടുപോയിട്ട് ചാരമായിട്ടുണ്ട്. അതേസമയം ചാരമാകുന്നതിന് മുമ്പേ തീക്കട്ട കൊണ്ടുപോയിട്ട് തീക്കണൽ കൊണ്ടുപോയിട്ട് വെണ്ണീരിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ഭാഗം ഒന്നടങ്കം തീ പടരുന്നത് പോലെ നല്ല മനുഷ്യർ നല്ലവരോട് സഹവസിക്കേണ്ടത്. ഉന്മേഷമുള്ളവരോട് സഹവസിക്കണം, ആവേശമുള്ളവരോട് സഹവസിക്കണം. മടിയന്മാരോട് കൂട്ടുകൂടിയോ എന്നാൽ തീക്കണൽ തീ പടർത്തുന്നത് പോലെ അവന്റെ മടിയും നിന്നിലേക്ക് പകരും. നീയും മനസ്സനായി മടിയനായി മാറും. അതുകൊണ്ട് നല്ലവരോട് മാത്രം കൂട്ടുകെട്ടുക. മഹാന്മാരുടെ അധ്വാനങ്ങൾ പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മുദ്ഹിഷ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ മുസന്നിഫായ രചിതാവായ ഇബ്നുൽ ജൗദി തങ്ങളെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. മഹാനവറുകളുടെ ചരിത്രം നോക്കിയാൽ കാണാം, മഹാനവറുകൾ രചിച്ചതായ ഗ്രന്ഥങ്ങൾക്ക് കയ്യും കണക്കില്ല, അത്രക്കും ഗ്രന്ഥങ്ങൾ രചിച്ചു. എന്നിട്ട് ചരിത്രത്തിൽ ഗ്രന്ഥങ്ങൾ ഖീമത്തുൽ സമൻ പോലത്തെ സമയത്തിന്റെ വില പറയുന്ന എല്ലാ ഗ്രന്ഥങ്ങളിലും മഹാനവറുകളുടെ ചരിത്രം ഉദ്ധരിച്ചിട്ടുണ്ട്. മഹാനവറുകൾ വഫാത്തിന് തൊട്ടു മുമ്പ് വസിയത്ത് ചെയ്തൊരു കാര്യമുണ്ട്. എന്താ? ഞാൻ എന്റെ ജീവിതത്തിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ആ ഗ്രന്ഥങ്ങളൊക്കെ രചിക്കാൻ വേണ്ടി ഒരുപാട് പെൻസിലുകൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പെൻസിലുകളെല്ലാം ഷാർപ്പാക്കാൻ വേണ്ടിയിട്ട്, അതിന് ദൂച്ചു കൂട്ടാൻ വേണ്ടിയിട്ട്, മന കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കട്ടറുണ്ടല്ലോ, പഴയകാലത്ത് മരത്തിന്റെ കട്ടറായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക. ആ കട്ടറുകൾ ഒരുപാട്
എന്റെ വീടിന്റെ പരിസരത്തുണ്ട്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ജനാസ കുളിപ്പിക്കാനുള്ള വെള്ളത്തിന് വേണ്ടി നിങ്ങൾ വെള്ളം ചൂടാക്കാൻ വേണ്ടി വിറകുകൾ ഉപയോഗിക്കണ്ട. ഞാൻ എഴുതിയതായ പെൻസിലുകൾ മുഴുവനും അതിന് ഷാർപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച കട്ടറുകൾ ഉണ്ട് എന്റെ വീടിന്റെ പരിസരത്ത്, അത് മാത്രം നിങ്ങൾക്ക് മതി. അങ്ങനെ മഹാനവറുകളുടെ വസിയത്ത് പ്രകാരം മഹാനവറുകൾ രചിച്ച ഗ്രന്ഥങ്ങളുടെ രചനയ്ക്ക് വേണ്ടി ഉപയോഗിച്ച പേനയുടെ കട്ടർ ഉപയോഗിച്ചുകൊണ്ട് വെള്ളം ചൂടാക്കിയപ്പോ പിന്നെയും കുറച്ച് കട്ടർ എക്സ്ട്രാ വന്നു. അപ്പൊ എത്ര പേരുണ്ടായിട്ടുണ്ടാവും, എത്ര കട്ടറുണ്ടായിട്ടുണ്ടാവും ഇത്രയെല്ലാം ഗ്രന്ഥം രചിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയായിരുന്നു പൂർവ്വകാല മഹാന്മാർ ഇൽമിനു വേണ്ടിയും പ്രവർത്തനത്തിന് വേണ്ടിയും അവിടെ ആയുസ് മാറ്റിവെച്ചത്. അതിനൊന്നും നമുക്ക് പറ്റുന്നില്ലെങ്കിലും ഉള്ള ആയുഷ്കാലം കഴിവിന്റെ പരമാവധി ഗഫലത്തിൽ നിന്നെല്ലാം മാറി നിന്ന് പ്രവർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.